ചോദിച്ച ചോദ്യം വളരെ നിസ്സാരമാണ്. നിങ്ങൾ പറയുന്നു കേരളത്തിലെ കർഷകരോട് സംസ്ഥാന സർക്കാരിന് വലിയ പ്രശ്നമാണ്, കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നു. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ല, നീ ഊരുന്നൊന്ന് കാണട്ടാ. കേരളത്തിനകത്ത് നെൽ കർഷകർക്ക് നെല്ലിന് നൽകുന്ന പണത്തേക്കാൾ 1 രൂപ കൂടുതലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തോ BJP ഭരിക്കുന്ന സംസ്ഥാനത്തോ രാജ്യത്തുണ്ടോ? ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ, വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. 2300 കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തർപ്രദേശിൽ ഞാൻ നോക്കുമ്പോൾ 2320 രൂപ ക്വിന്റലിനുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തതാണ്. ജനത്തിന്റെ വാർത്തയായിരിക്കും. നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. ജനത്തിന്റെ വാർത്തയല്ല സഹോദര, ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തെടുത്ത വാർത്തയാണ്. ഇംഗ്ലീഷിലാണ് ഈ വാർത്ത നടക്കുന്നത്. താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ വായിച്ചു നോക്കുക. ഓഹോ, പിന്നെ വഴക്കുണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ? അയ്യോ, എത്രയോ കാലം നമ്മുടെ ഈ പാലക്കാട് MP MLA ആയിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് വേണം, മെഡിക്കൽ കോളേജ് വേണം. 10-25 കൊല്ലം മുമ്പ് തൊട്ട അതായത് അവതരിപ്പിച്ചിട്ട് ഷാഫി വരണ്ട വന്നു. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് കിട്ടാൻ ഞങ്ങൾക്ക് ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി. എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക്. വേണ്ട ദയവായിട്ട് ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്. നീ കേട്ടിട്ടുണ്ടോ? അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അല്ല നിന്നെ കാണാൻ വേണ്ടി പുല്ലേ. ഗുഡ് ബൈ. അല്ല, മെഡിക്കൽ കോളേജ് വന്നതൊക്കെ നന്നായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അവിടെ ഇപ്പൊ കിടത്തി ചികിത്സിക്കാൻ തുടങ്ങി. ഇലക്ഷൻ അല്ലല്ല, ഇപ്പോഴും ആളുകള് അത്യാവശ്യമായിട്ടുള്ള സർജറി പോലുള്ള ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള തൃശ്ശൂര്, കോയമ്പത്തൂര് പോകേണ്ട ഗതികേടിലാണുള്ളത്. ഈ മെഡിക്കൽ കോളേജിന്റെ വിഷയത്തില് കൃത്യമായിട്ട് പറയാനുള്ളത്, ഈ പാലക്കാട് നിന്ന് ഉണ്ടായിട്ടുള്ള മുഖ്യമന്ത്രിമാരുണ്ട്. ഇവിടെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നായനാരും, അതുപോലെ തന്നെ EMS ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഈ ആളുകളൊന്നും കൊണ്ടുവരാത്ത ഏറ്റവും വലിയ വികസനമാണ് ഈ പാലക്കാടിനകത്ത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ. 3 മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് നമ്മുടെ ചെക്കൻ വേണ്ടി ഒന്നും അതൊന്നും കൊണ്ടുവരാൻ. എവിടുത്തെ ശവം? ഞാനിപ്പോ ശവമാകും. എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോകും. എന്റെ വേഗം, എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. ഒരു മിനിറ്റ് മറുപടി. അല്ല, തീർച്ചയായിട്ടും 2016 എന്തായിരുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്നുള്ളത് ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് മുഴുവൻ അറിയാം. ഒരു അക്കാദമിക് ബ്ലോക്കും ഒരു ഹോസ്റ്റലും മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുന്ന ഘട്ടത്തിൽ ആ ക്യാമ്പസിന്റെ സ്ഥിതി എന്ന് മാത്രമല്ല, മെഡിക്കൽ കൗൺസിലിന് അംഗീകാരം പോലും ഇല്ലാതെ അവിടെ അഡ്മിഷൻ എടുത്തിരുന്ന 3 ബാച്ചുകളുടെ ഭാവിയടക്കം അപതാളത്തിലായ സാഹചര്യം അടക്കം അവിടെ നിലനിന്നിരുന്നു. അത് കഴിഞ്ഞ് ഇന്നുള്ള നിലയിലേക്ക് അവിടെ IP ഉൾപ്പെടെ OP ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്തും ഈ കഴിഞ്ഞ 8 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലും പാലക്കാടിന്റെ MLA ആരായിരുന്നു? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അല്ല അഭിനെ, ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്താണല്ലോ മോയിൻ സ്കൂള്. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണല്ലോ. കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകളും ഹൈടെക് ആകുമ്പോ, ഏറ്റവും മികച്ച ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഒരുങ്ങുമ്പോ എന്താ മോയിൻ സ്കൂളിനകത്ത് മാത്രം സാധ്യമല്ലാത്ത പാലക്കാടിന്റെ MLA മുടക്കിയായി മാറുന്നത് ഏറ്റവും വലിയ ഉദാഹരണം. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 8 കൊല്ലം പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ വികസനം ഇടതുപക്ഷത്തിന്റെ വികസനം. കഴിഞ്ഞ 8 കൊല്ലം ബോയ്സ് സ്കൂളിൽ ഉണ്ടാകാത്ത വികസനം ഷാഫി. ഇത് രണ്ടും അവനെ അങ്ങനെ കൊല്ലാൻ പരിപാടി ഇല്ല. എനിക്ക് കിട്ടും, കിട്ടാതെ എവിടെ പോവാനാ. സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രകടനപത്രിക പറഞ്ഞു ഞങ്ങൾ ഒരു തുള്ളി മദ്യം കൊടുക്കുകയില്ലെന്ന്. എന്നാൽ നിന്നിപ്പോ 1 വർഷം കൊണ്ട് 860 ബാറായി കേരളത്തിൽ. ഇങ്ങനെ ഒഴുകുന്നതുകൊണ്ട് ആത്മഹത്യയായിരുന്നു, കൊലപാതകമായിരുന്നു, വിവാഹമോചനം. പ്രകടന പത്രികയിൽ ആ അധ്യായം ഒന്ന് അങ്ങ് കാണിച്ചു തന്നെ. നക്സലേറ്റ് നീ
വികസനത്തിന്റെ കാര്യത്തില് മറ്റാര് LDF സർക്കാരിനെ കുറ്റപ്പെടുത്തിയാലും ഞാൻ അതിനോട് യോജിക്കില്ല. 2016 ഉണ്ടായിരുന്ന സ്ഥാപനം കഴിഞ്ഞ 8 വർഷം കൊണ്ട് 50 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച സർക്കാരാണ്. അല്പം മനസമാധാനത്തിന് എവിടെ വരുന്നത്? ഉണ്ണിച്ചാന് പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരുത്താം. 8 വർഷത്തിനിടയിൽ പാലക്കാട് ജില്ലയിൽ ബാറുകൾ വർദ്ധിച്ചത് 50 ഇരട്ടാനത്ത് മൊത്തം വർദ്ധിച്ചത് 29 ഇരട്ടിയാണ്. എന്നിട്ടാണ് ആർഷോ പറഞ്ഞത്, ആ അമ്മച്ചോട് പറഞ്ഞത്, പ്രകടന പത്രികയിൽ മദ്യനിരോധനം പറഞ്ഞിട്ടുണ്ട്. പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിൽ ആ അധ്യായം ഒന്ന് അങ്ങ് കാണിച്ചു തന്നെ. ആർഷോ പത്രം വായിക്കാത്ത ആളാന്ന് ഞാൻ കരുതുന്നില്ല. எனக்கு ஒண்ணுமே புரியலையே, உங்களுக்குள்ள என்ன தகராறு? മാങ്ങാത്തൊലി എഴുതി പോടോ, വരാൻ്റെ പേപ്പർ വായിക്കണം. മേഡം ഉങ്ങൾക്കുള്ള എന്നിട്ടാണ് ആർഷോ പറഞ്ഞത്, ആ അമ്മച്ചോട് പറഞ്ഞത്, പ്രകടന പത്രികയിൽ മദ്യനിരോധനം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ഞാൻ പെട്ടു. 2016 നിങ്ങളുടെ പ്രകടന പത്രികയിലെ 552 ഖണ്ഡിക എടുത്ത് വായിച്ചു നോക്ക്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. 2021 പ്രകടന പത്രികയുടെ 883 ഖണ്ഡിക അതെടുത്ത് എന്നിട്ട് സംസാരിച്ച് കള്ളത്തരം പറയരുത്. നിനക്കിതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? മദ്യനിരോധനം നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ടുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. സ്ഥിതി എന്താണ് കേരളത്തിൽ? സ്ത്രീക്ക് സുരക്ഷിതത്വമുണ്ട്, സ്ത്രീക്ക് സംരക്ഷണമുണ്ട്, ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ കുടിയന്മാരായ മക്കളെ പേടിക്കേണ്ടി വരുന്നു. വിവാഹപ്രായമുള്ള മക്കളെ കുടിയനായ ഭർത്താവിന്റെ അടുത്ത് വെക്കാൻ അമ്മയ്ക്ക് പേടിയാകുന്നു. ഇതാണ് ഇന്ന് കേരളത്തിന്റെ സാഹചര്യം. അപ്പൊ എന്താണ് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? കുടിയനായ ഭർത്താവിനെയും കുടിയനായ മകനെയൊക്കെ നമുക്ക് നല്ല വഴിക്ക് കൊണ്ടുവരാം. അതിനകത്ത് നമ്മുടെ അതിനുവേണ്ടി ഒരു 200 ബാറുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്ത നമ്മളാരണാവോ? ഞാനോ? വധുവിന്റെ അപ്പൂപ്പന്റെ കുഞ്ഞമ്മയുടെ നാത്തൂന്റെ അടപ്രഥമൻ തിന്നാൻ വന്ന ആളല്ലേ? ഒന്ന് നിർത്തണേ, കുറെ നേരായി പല്ലില്ലാണ്ട്. നമുക്കറിയാലോ 2016 മുൻപ് സാറേ അങ്ങും ഞാനും ഈ നാട്ടിലുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ സ്ഥിതി? എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ സർക്കാർ ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോ മാതൃഭൂമിക്ക് പോകണ്ട ഞങ്ങൾ പറഞ്ഞു കുറിച്ചിട്ടുണ്ട്. ഒരേ ചോദ്യം എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തിനോട് ചോദിച്ച ഘട്ടത്തിൽ മാതൃഭൂമി അവതാരിക പ്രയാസം ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. എടാ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെടാ. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആർഷോയാ. പക്ഷെ ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് 20 മിനിറ്റ് മറുപടി പറയാൻ പറ്റില്ല. എല്ലാവർക്കും നെല്ലിന്റെ വിഷയം പറഞ്ഞപ്പോൾ ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞു, മെഡിക്കൽ കോളേജിനെ പറ്റി പറഞ്ഞു, MCA അംഗീകാരം ഉണ്ടോ എന്ന് പറഞ്ഞു. ഇത് ഉണ്ടായി കൊടുക്കേണ്ടത് ഇവിടുത്തെ ഷാഫിയാണോ? ഇവിടുത്തെ സംസ്ഥാന സർക്കാരല്ലേ അത് ഉണ്ടായി കൊടുക്കേണ്ടത്? ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരാ, ഇനിയും വെക്കണോ? എല്ലാവരും അറിയട്ടെ. ഞാൻ പറയും, പറയും എങ്കിൽ ഞാൻ തന്നെ കൊല്ലും. ഇത് പുറത്തറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തന്നെ കൊല്ലും, ഞാനും ചാവും. കർത്താവാണ് സത്യം.